ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു കരിമീൻ മപ്പാസ് കണ്ട് നോക്കിയാലോ. നമ്മളിവിടെ ഫ്രഷായിട്ട് കരിമീൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടി ഞാൻ അതിനെ ക്ലീൻ ആക്കി എടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. വൃത്തിയായി നമ്മൾ വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ മീനിനെ വരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമ്മൾ റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ ഇട്ട് മീനിനെ മിക്സ് ചെയ്തെടുത്തു. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ മീനിന് കുറച്ച് നല്ല സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല മണവും ഉണ്ടാവും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മീനിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് മീനെടുക്കുന്നുണ്ട്. അപ്പം ചെറിയ പാൻ ആയതുകൊണ്ടിട്ട് തന്നെ 3 എണ്ണമാണ് ഞാൻ ആദ്യം ഇട്ടത്. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. കൂടുതൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ, തലപ്പാലും അതുപോലെ തന്നെ ഇടപ്പാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കരിമീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചട്ടിയിലേക്ക് കരിമീൻ വറുത്ത ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരു സൂപ്പായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഓയിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ജാറിലേക്ക്, മിക്സഡ് ജാറിലേക്ക് കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മളിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ പേസ്റ്റ് നമ്മളുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടപ്പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ മുങ്ങുന്ന രീതിയിൽ നമ്മൾ ഇടപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ഇടപ്പാൽ ഒഴിക്കുന്നുണ്ട്. അത് നമ്മളുടെ മീൻ, അതിന് ശേഷം നമുക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വിനാഗിരി നമ്മൾ പുളി നോക്കുക, അത്യാവശ്യം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പുളി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മീൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം മീൻ അതിൽ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മീനും നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ, ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തലപ്പാൽ ഒഴിച്ച് നമുക്ക് അതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം ഇങ്ങനെയാണ് കരിമീൻ മപ്പാസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.